ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഫസ്റ്റ് സെം സുവോളജിയിലെ മൊഡ്യൂൾ 7 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് മൊഡ്യൂൾ 8 എസ്സിലോമേറ്റ ആണ് എടുക്കാനുള്ളത്. അതിൽ വരുന്ന ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് ആണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പിക്ചർ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൽ നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡൗൺ ടു ക്ലാസ്സസും ഓരോ ക്ലാസ്സിൻ്റെയും സാലിയൻ ഫീച്ചേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിളിനെ കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. പിന്നൊരു ടൈപ്പ് സ്റ്റഡി ഉണ്ട് എല്ലാത്തിലും ഉള്ള പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇതിൽ പഠിക്കേണ്ട ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് ഡുഗസിയ ആണ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് പ്ലനേറിയ. അപ്പോൾ പ്ലനേറിയയുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷനും ഡൈജസ്റ്റീവ് സിസ്റ്റവും ലോക്കോമോഷനും റീപ്രൊഡക്ഷനും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ഒക്കെയാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മൊഡ്യൂൾ 8 എസ്സിലോമേറ്റ ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് വൈകിക്കാതെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ പ്ലാറ്റിഹെൽമിന്തസിൻ്റെ സാലിയൻ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് തുടങ്ങാം നമുക്ക്. അപ്പോൾ പ്ലാറ്റിഹെൽമിന്തസിസ് കംപ്രൈസ് ചെയ്യുന്ന അനിമൽസ് എന്ന് പറയുന്നത് ദേ ആർ കോമൺലി കോൾഡ് ഫ്ലാറ്റ് വേംസ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക്, ബയലാറ്ററലി സിമെട്രിക്കൽ, ഡോർസോ-വെൻട്രലി ഫ്ലാറ്റൻഡ് ആൻഡ് അൺസെഗ്മെൻറ്റഡ് അസിലോമേറ്റ്സ് വിത്ത് protonephridial excretory system and a mesenchymatous tissue that fills the interior. The diagnostic features of the phylum ഇനി പറയാം. ഓക്കെ, അപ്പോൾ ഈ പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്ന ഓർഗാനിസം സോഫ്റ്റ്, ഫ്ലാറ്റ്, ബയലാറ്ററലി സിമെട്രിക്കൽ ആൻഡ് അൺസെഗ്മെൻറ്റഡ് ബോഡി കണ്ടെയ്ൻ ചെയ്യുന്ന ഓർഗാനിസമാണ്. അപ്പോൾ ഫ്ലാറ്റ് വേംസിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഫ്ലാറ്റും അൺസെഗ്മെൻറ്റഡും ആണെന്ന് മനസ്സിലാക്കുക. വിത്ത് ഡെഫിനറ്റ് ഡോർസൽ ആൻഡ് വെൻട്രൽ സർഫസസ്, ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ എൻഡ്സ് ആൻഡ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ്. ഓക്കെ, പക്ഷേ സെഗ്മെൻറ്റഡ് അല്ല എന്ന് പറഞ്ഞു, അൺസെഗ്മെൻറ്റഡ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ചില കേസിൽ, ചില ടേപ്പ് വേംസിൻ്റെ കേസിൽ സെഗ്മെൻറ്റഡ് ആണ്. എല്ലാ കേസിലും എല്ലാ കാര്യത്തിലും എക്സെപ്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിലും അങ്ങനെയുണ്ട്. പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ദർ ആർ 3 ബേസിക് സെൽ ലെയേഴ്സ് ട്രിപ്ലോബ്ലാസ്റ്റിക്കിൽ ഉണ്ടാവുന്ന പോലെ, നെയിംലി ഔട്ടർ എപ്പിഡെർമിസ്, മിഡിൽ മീസോഡെർമിസ് ആൻഡ് ഇന്നർ എൻഡോഡെർമിസ്. പിന്നെ അതിൻ്റെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് അഡ്ഹസീവ് ഓർഗൻസ് ആണ്. ഫ്ലാറ്റ് വേംസ് ഹാസ് സ്പൈൻസ്, ഹൂക്സ്, ബോത്രിയ ആൻഡ് ബോത്രീഡിയ ഫോർ അറ്റാച്ച്മെൻറ്റ്. പിന്നെ പാരൻകീമ ഫിൽസ് ദ ഇൻറ്റീരിയർ. പെരിവിസറൽ cavity is absent and the interior of the body is filled with the mesodermal tissue and that is known as parenchyma അഥവാ mesenchyme. പിന്നെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ബ്രാഞ്ചിങ് എലിമെൻ്ററി കനാൽ വിത്തൗട്ട് ആനസ് ആണ്. പിന്നെ അടുത്ത ഫീച്ചർ പ്രോട്ടോനെഫ്രീഡിയ വിത്ത് ഫ്ലെയിം സെൽസ്. അപ്പോൾ എക്സ്ക്രീറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ബ്രാഞ്ചിങ് ട്യൂബ്യൂൾസ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് പ്രോട്ടോനെഫ്രീഡിയ. അപ്പോൾ ദീസ് ആർ പ്രൊവൈഡഡ് വിത്ത് സർട്ടെയിൻ ക്യാരക്ടറിസ്റ്റിക് എക്സ്ക്രീറ്ററി സെൽസ് ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് ഫ്ലെയിം സെൽസ്. അപ്പോൾ പ്രോട്ടോനെഫ്രീഡിയ വിത്ത് ഫ്ലെയിം സെൽസ് ആണ് ഇതിൻ്റെ അടുത്ത ഫീച്ചർ വരുന്നത്. പിന്നെ വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ലാഡർ ലൈക്ക് നെർവസ് സിസ്റ്റം. ഇതിൻ്റെ നെർവസ് സിസ്റ്റം ഒരു ലാഡർ ഷേപ്പാണ് വിത്ത് ആൻ അൺസ്പെഷ്യലൈസ്ഡ് ബ്രെയിൻ. ഓക്കെ, പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണിത് കണ്ടെയ്ൻ ചെയ്യുന്നത്. അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റീപ്രൊഡക്ഷനെ കുറിച്ചിട്ട് പറയുമ്പോൾ പറയാം. പിന്നെ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് ഈ ഓർഗാനിസത്തിൽ സംഭവിക്കുക. ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ബോഡി. ഇൻ സം കേസസ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ് വിത്ത് 1 or more larval stages. പിന്നെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ലോക്കോമോട്ടറും സർക്കുലേറ്ററിയും ആൻഡ് റെസ്പിറേറ്ററി ഓർഗൻസ് ഒന്നുമേ ഇല്ല. ദീസ് ഓൾ ആർ ആബ്സെൻ്റ് ഇൻ ദിസ് ഓർഗാനിസം. മിക്ക ഫ്ലാറ്റ് വേംസ് എന്ന് പറയുന്നതും പാരസൈറ്റ്സ് ആണ്. പക്ഷെ ചിലത് മാത്രം ഫ്രീ ലിവിങ് ഇൻ ഫ്രഷ് വാട്ടറും സോൾട്ട് വാട്ടർ ആൻഡ് മോയ്സ്റ്റ് വാട്ടർ ഒക്കെ ഉണ്ട്. പക്ഷെ മിക്ക ഫ്ലാറ്റ് വേംസും പാരസൈറ്റ്സ് ആണ്.
ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് പ്ലാറ്റിഹെൽമിന്ഥസിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുന്നേ, ഇതിനെ ക്ലാസ്സുകളായിട്ട് തിരിച്ചതിലേക്ക് ആ പഠനത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്കൊരു ടൈപ്പ് സ്റ്റഡി നടത്താം. എല്ലാ ഫലങ്ങളെ കുറിച്ചിട്ടും നമുക്ക് ടൈപ്പ് സ്റ്റഡി പഠിക്കാനുണ്ടായിരുന്നു ഇതുവരെ പഠിച്ചതിലൊക്കെ. അപ്പോൾ ഇതിന് പഠിക്കാനുള്ള പ്ലാറ്റിഹെൽമിന്ഥസിൽ പഠിക്കാനുള്ള ടൈപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് ടൈപ്പ് ഡുഗസിയ അഥവാ പ്ലാനേറിയനെ കുറിച്ചിട്ടാണ്. പ്ലാനേറിയനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾക്ക് പണ്ട് എക്സാമ്പിളുകളായിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പ്ലാനേറിയനെ കുറിച്ചിട്ട് പറയാം. പ്ലാനേറിയയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും സ്ട്രക്ചറൽ ഓർഗനൈസേഷനും ലോക്കോമോഷനും റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന് പുറമെ ഇതിൽ എന്താ പറയുക, എക്സ്ക്രീറ്ററി സിസ്റ്റവും അതേപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊക്കെ ടെക്സ്റ്റിലുണ്ട്, പക്ഷേ സിലബസിൽ ഇല്ലാത്തതിനാൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഡുഗസിയ എന്ന് പറയുന്നത് ഫ്രീ ലിവിങ് ഫ്രഷ് വാട്ടർ ഫ്ലാറ്റ് വർമാണ്. കോമൺലി ഫൗണ്ട് ഇൻ പോണ്ട്സ്, സ്ട്രീംസ്, സ്പ്രിങ്സ് ആൻഡ് മാർഷസ്. അപ്പോൾ ഇറ്റ് യൂഷ്വലി അവോയ്ഡ്സ് ലൈറ്റ് ആൻഡ് ഡ്യൂറിങ് ഡേ ടൈം ഇറ്റ് റിമെയിൻസ് അറ്റാച്ച്ഡ് ടു ദ ലോവർ സർഫസ് ഓഫ് സബ്മേർജ്ഡ് ഒബ്ജക്ട്സ് സച്ച് ആസ് വാട്ടർ പ്ലാന്റ്സ്, സ്റ്റോൺസ് ആൻഡ് ലോഗ്സ്. എന്നിട്ട് രാത്രി ആകുമ്പോൾ അത് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. സെർച്ച് ഓഫ് ഫുഡിൻ്റെ സെർച്ചിന് വേണ്ടിയിട്ട് അത് മൂവ് ചെയ്ത് തുടങ്ങും രാത്രി. അല്ലാത്ത സമയത്തൊക്കെ ലൈറ്റുള്ള സമയത്ത് ഏതെങ്കിലും സബ്മേർജ്ഡ് ഒബ്ജക്ട്സിൻ്റെ സർഫസിനോട് അറ്റാച്ച് ചെയ്തിട്ട് കിടക്കും. ഇങ്ങനെയാണിത് ജീവിക്കുന്നത്. ഡുഗസിയ ഇസ് എ കോമൺ പ്ലാനേറിയൻ വിച്ച് ഹാസ് ബീൻ എക്സ്റ്റെൻസീവ്ലി സ്റ്റഡീഡ് അണ്ടർ ലബോറട്ടറി കണ്ടീഷൻസ്. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയണമെങ്കിൽ ബോഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ബോഡി ഓഫ് ഡുഗസിയ എന്ന് പറയുന്നത് 15 to 25 millimeter ലോങ് ആണ്. തിന്നാണ്, ബയലാറ്ററലി സിമ്മട്രിക്കൽ, ഡോർസോവെൻട്രി ഫ്ലാറ്റൻഡ്, ലീഫ് ലൈക്ക് ആൻഡ് മോർ ഓർ ലെസ് ട്രാൻസ്പെറൻ്റ് ആണ്. അതിൻ്റെ ഡോർസൽ സർഫസ് ആർക്ഡ് ആണ്, വെൻട്രൽ സർഫസ് ഫ്ലാറ്റ് ആണ്. ആൻറ്റീരിയർ എൻഡ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് ബ്രോഡും ബ്ലണ്ടിലും ആൻഡ് ട്രയാങ്കുലറുമാണ്. പക്ഷേ പോസ്റ്റീരിയർ എൻഡ് എന്ന് പറയുന്നത് ടാപ്പറിങ് ആണ്. പിന്നെ ദ ആൻറ്റീരിയർ എൻഡ് ഇസ് ഇൻഡിസ്റ്റിങ്ക്റ്റ്ലി മാർക്ക്ഡ് ഔട്ട് ഇൻ ടു ഹെഡ്. മിഡ് ഡോർസലി ഹെഡ് ബെയേഴ്സ് എന്താ പറയുക, പെയർ ഓഫ് ബ്ലാക്ക് ഐസ്പോസ്. ലാറ്ററലി head bears a pair of lobular process and it is called auricles or auricular lobes. പിന്നെ മൗത്തിൽ എന്തുണ്ട്, ഇറ്റ് ഹാസ് ആൻ അൺയൂഷ്വൽ പൊസിഷൻ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് മിഡ് വെൻട്രലി ബിഹൈൻഡ് ദ മിഡിൽ ഓഫ് ദ ബോഡി. അപ്പോൾ മൗത്ത് അങ്ങനെയാണ് അതിൻ്റെ പൊസിഷനിങ് നടന്നിട്ടുള്ളത്. ത്രൂ ദ മൗത്ത് ഓപ്പണിംഗ് ഫാരിങ്സ് ക്യാൻ ബി പ്രൊട്രൂഡഡ് ഔട്ട് ആസ് എ ലോങ് ട്യൂബ് ആൻഡ് ഇറ്റ് ഇസ് നോൺ ആസ് proboscis. Farther behind the mouth is the median gonopore. Excretory openings are very minute and are dorsally located. The whole body surface is uniformly covered with cilia. അപ്പോൾ ഹോൾ ബോഡി സർഫസ് സീലിയ കൊണ്ട് കവേർഡ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ബോഡി വോളിനെ കുറിച്ചിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഡുഗസിയയുടെ ബോഡി വോളിന് 2 പാർട്ടുണ്ട്. ഔട്ടർ എപ്പിഡെർമിസും ഇന്നർ സബ് എപ്പിഡെർമൽ മസ്കുലേച്ചറും ഉണ്ട്. ഇവ രണ്ടും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു നോൺ സെല്ലുലാർ ബേസ്മെൻറ്റ് മെംബ്രെയിൻ വഴിയാണ്. ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഒരു ജനറൽ ബോഡി ഫോമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. serves to maintain the general body form. Also it provides a surface for the attachment of muscles. എപ്പിഡെർമിസ് എന്ന് പറയുന്നത് സിംഗിൾ ലെയേർഡും അതേപോലെ തന്നെ ആൻഡ് ഇറ്റ് ഇസ് ഫോംഡ് ഓഫ് സീലിയേറ്റഡ് ആൻഡ് ക്യൂബോയിഡൽ സെൽസ്. സം ഓഫ് ദ എപ്പിഡെർമൽ സെൽസ് ആർ മോഡിഫൈഡ് ആസ് യൂണിസെല്ലുലാർ ഗ്ലാൻസ് വൈൽ സം others are modified as sensory cells. ഓക്കെ, എപ്പിഡെർമൽ ഗ്ലാൻസ് ആർ 3 kinds, 3 തരമുണ്ട്. നെയിംലി സ്ലൈം ഗ്ലാൻസ് അഥവാ മ്യൂക്കസ് ഗ്ലാൻസ് എന്നും പറയും. പിന്നെ രണ്ടാമത് വരുന്നത് അഡസീവ് ഗ്ലാൻസ്, പിന്നെ റാബ്ഡൈഡ് ഗ്ലാൻസും. സ്ലൈം ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്നത് മ്യൂക്കസ് which makes the body surface moist and slimy and thereby prevents desiccation. It also forms a slime trail or slime tract upon which the animal can move by gliding. ഇനി അഡസീവ് ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്നത് സ്റ്റിക്കി സബ്സ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അറ്റാച്ച്മെൻറ്റ്, ഫുഡ് ക്യാപ്ചർ, സിമെൻറ്റിംഗ് ഓഫ് എഗ്സ് ടു സ്യൂട്ടബിൾ ഒബ്ജക്ട്സ് എക്സെട്ര. പിന്നെ വരുന്ന റാബ്ഡൈഡ് ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്നത് റോഡ് ഷേപ്ഡ് ക്രിസ്റ്റലിൻ ബോഡീസ് ആണ്. ഇറ്റ് ഈസ് കോൾഡ് റാബ്ഡൈഡ്സ് അഥവാ സാഗിറ്റോസിസ്റ്റ്. റാബ്ഡൈഡ്സ് എന്ന് പറയുന്നത് ദേ ആർ സെക്രീറ്റഡ് ഓൾസോ ബൈ സർട്ടൻ ഗ്ലാൻഡ് സെൽസ് സീൻ ബെനത്ത് പാരൻകീമ. ഫ്രം
the secretory cells. Rhabdites are subsequently transferred to some epidermal cells. The exact function of these are not definitely known. പക്ഷേ it is believed that when discharged from the epidermis, they dissolve in water and form an opaque covering around the body. This protects the animal from the attack of harmful microorganisms. It is also believed that rhabdites help in entangling the prey during feeding. Okay. പിന്നെ ഈ സബ് എപ്പിഡെർമൽ മസ്കുലേച്ചർ കൺസിസ്റ്റ് ചെയ്യുന്നത് ആൻ ഔട്ട്ലെയർ ഓഫ് സർക്കുലർ മസിൽസ്, ഇന്നർ ലെയർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് ആൻഡ് ന്യൂമറസ് ഒബ്ലീക്ക് ആൻഡ് ഡോർസോവെൻട്രൽ മസിൽസ് വിച്ച് റൺ ബിറ്റ്വീൻ ദ ഡോർസൽ ആൻഡ് വെൻട്രൽ സർഫസസ് ഓഫ് ദ ബോഡി. Muscles are only independent contractile cells produced by specialized mesodermal cells and that is called myoblast. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിതിലൊരു പാരൻകിമാനെ കുറിച്ച് കേട്ടു, അതിനെ കുറിച്ചിട്ട് വേഗം പറഞ്ഞു പോകാം. അതിനുശേഷം ലോക്കോമോഷനിലേക്ക് കിടക്കാം. ബോഡി കാവിറ്റി എന്ന് പറയുന്നത് ഡുഗസിയയിൽ ആബ്സെൻ്റ് ആണ്. ഇപ്പോൾ പാരൻകിമാനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഡുഗസിയയുടെ കേസിൽ എന്താണ്? ബോഡി കാവിറ്റി ആബ്സെൻ്റ് ആണ്. ദ ഹോൾ ഇൻറ്റീരിയർ ഓഫ് ദ ബോഡി ഈസ് പാക്ഡ് വിത്ത് എ ലൂസ് മെസോഡെർമൽ കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് പാരൻകീമ ഓർ മിസെൻകീം. അപ്പോൾ ബോഡിയുടെ ഇൻറ്റീരിയർ പാക്ഡ് ആണ് വിത്ത് എ ലൂസ് ആയിട്ടുള്ള മീസോഡെർമൽ കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട്, ആൻഡ് അതിൻ്റെ പേരാണ് പാരൻകീമ അഥവാ മിസെൻകീം. Parenchyma is composed of various types of cells embedded in an extracellular fibrous matrix. The common types of cells include epidermal replacement cells, fixed parenchyma cells, pigment cells or chromatophores, and the rhabdite secreting cells and certain free wandering cells, and that is called formative cells. Replacement cells migrate from parenchyma to the body surface and replace the damaged epidermal cells. So they undergo constant mitotic multiplication in the parenchyma. Fixed cells are large. Fixed cells എന്ന് പറയുന്നത് large ആണ്, branched ആണ്, which form the gap junctions with other parenchyma cells and also with epidermal and gastrodermal cells. Formative cells എന്ന് പറയുന്നത് they are undifferentiated cells similar to the interstitial cells of Hydra and some other coelentrates. They can readily transform to rhabdite producing cells and other types of cells and can also undergo active mitosis to regenerate damaged or lost parts. Neoblasts are the most important type of formative cells. They are totipotent cells, important in regeneration and wound healing. ഓക്കെ, ഇനി അടുത്തത് വരുന്ന ലോക്കോമോഷനാണ്. ലോക്കോമോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ലോക്കോമോഷനെ കുറിച്ചിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ലോക്കോമോഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡുഗസിയ എന്ന ഓർഗാനിസത്തിന് സ്വിം ചെയ്യാൻ പറ്റില്ല, വാട്ടറിൽ സ്വിം ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് അൺഎബിൾ ടു സ്വിം ഇൻ വാട്ടർ. അപ്പോൾ ഡുഗസിയ മൂവ് ചെയ്യുന്നത് 2 മെത്തേഡിലൂടെയാണ്, 2 പ്രിൻസിപ്പൽ മെത്തേഡ് വഴിയാണ്. നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. അതിൻ്റെ പേര് ഒന്ന് ഗ്ലൈഡിങ്ങും രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്രോളിങ്ങുമാണ്. അപ്പോൾ ഗ്ലൈഡിങ്ങിൻ്റെ കേസിൽ ഇതിൻ്റെ സീലിയ ഉണ്ടല്ലോ, സീലിയറി ആക്ഷൻ വഴിയാണ് ഗ്ലൈഡിങ് എന്ന മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്നത്. ഗ്ലൈഡിങ് ഇസ് എഫക്റ്റഡ് സോൺലി ബൈ സീലിയറി ആക്ഷൻ. അപ്പോൾ ഈ സീലിയ എന്ത് ചെയ്യും? ബോഡി സർഫസിലുള്ള സീലിയ ബാക്ക്വേർഡിലേക്ക് വിഗ്രസ് ആയിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങും. സീലിയ ഓൺ ദ ബോഡി സർഫസ് ബീറ്റ് വിഗ്രസ്ലി ബാക്ക്വേർഡ്. അപ്പോൾ ഈ സീലിയറി മൂവ്മെൻറ്റ്സിൻ്റെ വേവ് എന്ത് ചെയ്യും? ഇറ്റ് പാസ് ഫ്രം ബിഫോർ ബാക്ക്വേർഡ്സ്. അതിൻ്റെ റിസൾട്ടായിട്ട് ഈ ആനിമൽ ഫോർവേഡിലേക്ക് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും ഓവർ എ സ്ലൈം ട്രാക്ട് ഓൺ ദ സബ്സ്ട്രാറ്റം ഇൻ ഗ്ലൈഡിങ്. അപ്പോൾ ഈ ഗ്ലൈഡിങ്ങിൻ്റെ സമയത്ത് ഹെഡ് റീജിയൻ ഇസ് കെപ്റ്റ് സ്ലൈറ്റ്ലി റേസ്ഡ്. അതിൻ്റെ ഹെഡ് റീജിയൻ അല്പം പൊന്തിയിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി ക്രോളിങ്ങിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക നോക്കാം. ക്രോളിങ് ഇസ് എഫക്റ്റഡ് ബൈ റാപ്പിഡ് മസ്കുലാർ കോൺട്രാക്ഷൻ വഴിയാണ് ക്രോളിങ് എന്ന മൂവ്മെൻറ്റ് നടക്കുന്നത്. ക്രോളിങ്ങിൻ്റെ സമയത്ത് സക്സസീവ് അണ്ടുലേറ്റിംഗ് വേവ്സ് ഓഫ് മസ്കുലാർ കോൺട്രാക്ഷൻ പാസ് ഫ്രം ബിഫോർ ബാക്ക്വേർഡ്സ് ഡ്രൈവിംഗ് ദ അനിമൽ സ്വിഫ്റ്റ്ലി ഫോർവേഡ്സ്. അപ്പോൾ ദ സബ് എപ്പിഡെർമൽ സർക്കുലർ മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും ആദ്യം. എന്തിനു വേണ്ടിയിട്ട്? ബോഡി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു എക്സ്റ്റെൻഡ് ദ ബോഡി. എന്നിട്ട് ദെൻ ദ ആൻറ്റീരിയർ എൻഡ് ഓഫ് ദ ബോഡി ഈസ് ഫിക്സ്ഡ് ടു ദ സബ്സ്ട്രാറ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് secretions of the epidermal adhesive glands.
പെട്ടെന്ന് തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും വിത്ത് ദ റിസൾട്ട് ദാറ്റ് അനിമൽ ഗെറ്റ് പുൾഡ് ഫോർവേഡ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ഈ ഓർഗാനിസം മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും. Then the anterior end is released and the whole series of events repeated. A crawling Dugasia always takes a wavy or wriggling course since the longitudinal waves of contraction pass alternately on the right and left sides. ഇതാണ് ലോക്കോമോഷൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ ലോക്കോമോഷനിൽ 2 മെത്തേഡുണ്ട്, ഗ്ലൈഡിങ്ങും ക്രോളിങ്ങും. അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഡുഗസിയയിൽ മാത്രമല്ല മിക്ക ഫ്ലാറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്. എന്തെന്ന് വെച്ചാൽ ദാറ്റ് ഇറ്റ് ഇസ് എ digestive tract is a blind sac that opens only by mouth. മൗത്തിലൂടെ മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ. ആനസ് ഓൾടുഗദർ ആയിട്ട് ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഇൻജക്ഷനും ഇജക്ഷനും എല്ലാം ബോത്ത് ഫങ്ഷൻസ് ആർ ബൈ ദ മൗത്ത്. അപ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്ട് കംപ്രൈസസ്. അപ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്ട്സിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. മൗത്ത് ഉണ്ട്, ഫാരിങ്സ് ഉണ്ട്, ട്രിപ്പറൈറ്റ് ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. മൗത്ത് എന്ന് പറയുന്നത് മിഡ് വെൻട്രൽ ഓപ്പണിംഗ് ആണ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലിറ്റിൽ ബിഹൈൻഡ് ദ മിഡിൽ ഓഫ് ദ ബോഡി. അപ്പോൾ അതെന്ത് ചെയ്യും? ഇറ്റ് ലെറ്റ്സ് ടു എ സിലിണ്ട്രിക്കൽ തിക്ക് വാൾഡ് ആൻഡ് മസ്കുലാർ ഫാരിങ്സ്. ഫാരിങ്സിലേക്ക് ലെഡ് ചെയ്യും. ഫാരിങ്സ് ഇൻ ടേൺ ഇസ് എൻക്ലോസ്ഡ് വിത്തിൻ എ മസ്കുലാർ ഷീറ്റ് ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ഫെറെൻജിയൽ പൗച്ച്. Pharynx can be protruded out through the mouth as a long tube known as proboscis. Proboscis എന്തായിട്ട് സെർവ് ചെയ്യും? It serves to grasp and ingest the food. Pharynx leads to the intestine. Pharynx എന്ത് ചെയ്യും? ഇൻറ്റസ്റ്റൈനിലേക്ക് ലെഡ് ചെയ്യും. Which has 3 main branches or limbs. One anteromedian and the others posterolateral. Each main or primary branch gives out numerous secondary branches called intestinal cassia or intestinal diverticula. This in turn branch and rebranch repeatedly, forming a ramifying system. The ultimate branch of the intestine and blindly in the parenchyma. That branching intestine provides an increased area for the digestion, absorption and distribution of the food. ഇൻറ്റസ്റ്റൈൻ ഇസ് തിൻ വാൾഡ് വിത്ത് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് തിൻ വാൾഡ് ആണ്. സിമ്പിളായിട്ടുള്ള ഹിസ്റ്റോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് ഉള്ളത്. ദിസ് ഫീച്ചർ പെർമിറ്റ്സ് എ സിമ്പിൾ ഡിഫ്യൂഷൻ ഓഫ് സൊല്യൂബിൾ സബ്സ്റ്റൻസസ് അക്രോസ് ഇറ്റ്സ് വാൾ. ഇത് സിമ്പിൾ ഡിഫ്യൂഷന് സഹായിക്കും. ദ ഇൻറ്റസ്റ്റൈനൽ ല്യൂമൻ ഹാസ് എൻ എൻഡോമൽ ലൈനിങ് കോൾഡ് ഗാസ്ട്രോഡെർമിസ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് നോൺ ഫ്ലജലേറ്റഡ് സെൽസ്. ഈ സെൽസ് എന്ന് പറയുന്നത് 2 തരമുണ്ട്. ഒന്ന് ഫാഗോസൈറ്റിക് സെൽസ് വിത്ത് സ്വോളൻ എൻഡ്സും അതേപോലെ തന്നെ ഗ്രാനുലാർ സെൽസ് പാക്ഡ് വിത്ത് പ്രോട്ടീൻ ഗ്രാന്യൂൾസും. ഫാരിങ്സിൻ്റെ ഹിസ്റ്റോളജി എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്. ഇറ്റ് ഈസ് പെക്യുലിയർ ഇൻ ദാറ്റ് ദ ഫാരൻജിയൽ lumen is lined by ectoderm and also in that the nuclei of some of the ectodermal cells remain sunken deep into the parenchyma. These nuclei are connected to the respective cells by branching protoplasmic strands. The pharyngeal wall is composed of 9 layers. Pharyngeal wall-ൽ 9 ലെയറുകളുണ്ട്. namely outer epithelium, outer longitudinal muscles, outer circular muscles, outer gland cells, nerve plexus, inner gland cells, inner longitudinal muscles, inner circular muscles and inner epithelium. ഇതൊക്കെയാണ് 9 ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് അതിൻ്റെ ഫുഡ് ആൻഡ് ഫീഡിംഗ് ആണ്. ഫുഡ് ആൻഡ് ഫീഡിങ്ങിൻ്റെ കാര്യം നമുക്ക് വേഗം പറഞ്ഞു പോകും. അതൊരു കാർണിവോറായിട്ടുള്ള ഓർഗാനിസമാണ്. ലൈവ് അനിമൽസ് സച്ച് എസ് വേംസിനും ക്രസ്റ്റേഷ്യൻസിനും ലാർവൽ ഇൻസെക്ട്സിനൊക്കെ ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്രീഷൻ ഹോളോസോയിക്കാണ്. പിന്നെ ഇൻറ്റേർണൽ ഡൈജഷൻ ഇസ് പെക്യുലർ ഇൻ ദാറ്റ് ഇറ്റ് ഇസ് എക്സ്ട്രാ സെല്ലുലാർ ആസ് വെൽ ആസ് ഇൻട്രാ സെല്ലുലാർ. ഹൈഡ്രയിൽ കാണുന്ന പോലെ. പിന്നെ ഡുഗസിയയ്ക്ക് ലോങ് പീരീഡ്സ് ഓഫ് ടൈമിൽ ജീവിക്കാൻ പറ്റും വിത്തൗട്ട് ഫുഡ് ഫ്രം ഔട്ട്സൈഡ്. ഫുഡില്ലാതെ തന്നെ ലോങ് ലീവ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് എന്ത് ചെയ്യും? ഇറ്റ് സബ്സിസ്റ്റ് ഓൺ ദ റിസർവ് ഫുഡ് ആൻഡ് ഓൾസോ ഓൺ ഇറ്റ്സ് ഓൺ സ്ട്രക്ചേഴ്സ്. അതിൻ്റെ സ്വന്തം സ്ട്രക്ചേഴ്സ് അതിന് ഫീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എഗ്ഗ് പോലെയുള്ള സജസ് എഗ്സ്, വിറ്റലിൻ ഗ്ലാൻസ്, ടെസ്റ്റിസ്, ഓവറീസ്, പാരൻകീമ, ഗട്ട് മസിൽസ് എക്സെട്ര. അപ്പോൾ ഫുഡിൻ്റെ അവൈലബിലിറ്റിയുടെ സമയത്ത് ഈ ലോസ്റ്റ് പാർട്സ് ഒക്കെ എന്ത് ചെയ്യും? റീജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫുഡില്ലാതെ തന്നെ ഇതിന് ഒരുപാട് കാലം ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇനി ബാക്കിയുള്ളതിനെ കുറിച്ചിട്ട് ടൈപ്പ് സ്റ്റഡി നമുക്ക് അടുത്ത വോയിസിൽ കംപ്ലീറ്റ് ആക്കാം. ഇതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും ക്ലാസ്സസും അതിൻ്റെ ഒപ്പം തന്നെ എക്സാമ്പിൾസിനെ കുറിച്ചിട്ടും അതിൽ പറയാം. അപ്പോൾ ഈ വോയിസ് ഇവിടെ കഴിയാണ്. ഓക്കെ, താങ്ക് യു.